ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം വെച്ചാൽ നമ്മുടെ ഗണപതിയുടെ ഒരു വിഗ്രഹം ഇവിടെ ഉണ്ട്. ഗൈസ് ഇത് കണ്ടോ, നമ്മുടെ ശിവന്റെ ഡയറ്റിയാണ് ഇവിടെ ഉള്ളത്. ഒരു കുന്നുചെരുവിന്റെ താഴെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. മക്കളെ, എന്തൊക്കെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അസർബൈജാനിലെ. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഫയർ മൗണ്ടൈൻ ഫയർ ടെമ്പിൾ അബ്ഷിറോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴ കേട്ടോ. ആ ഐസും സ്നോഫാളൊക്കെ പോയി. നല്ല മഴ, തണുപ്പുണ്ട്. അപ്പം നമുക്ക് അബ്ഷിറോൺ പോയേക്കാം. ഫയർ ടെമ്പിൾ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാർ പണ്ട് തീരെ ആരാധിച്ചിട്ടായിരുന്നു. ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഫയർ എന്നാണ്. നാച്ചുറലായിട്ട് വരുന്ന എന്തോ ഫയർ ഉണ്ട് അവിടെ. ആരും ആർട്ടിഫിഷ്യലായിട്ട് കത്തിക്കുന്നതല്ല. നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിദത്ത വാതകങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ആ പ്രദേശത്ത് ഒരുപാട് ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥലം നിന്ന് കത്തുകയാണ്. അത് എത്ര മഞ്ഞായാലും എത്ര മഴയായാലും ആ സ്ഥലത്തുള്ള തീ ഇടില്ല എന്ന് പറയുന്നത്. പോയി നോക്കി നോക്കാം എന്തായാലും കേട്ടോ. നല്ല മഴ, ചെറിയ ചെറിയ മഴ തൂളുന്നുണ്ട് കേട്ടോ. ചെറിയ ബാക്കും നമ്മൾ സിറ്റി കൂടെ പോയിക്കൊണ്ടിരിക്കണം. അടിപൊളി സിറ്റിയാണ്, നല്ല പ്ലാൻഡ് സിറ്റിയാണ്. തുരളെ, അപ്പൊ നമ്മള് ഇവിടെ എത്തിയട്ടാ. ഫയർ ടെമ്പിൾ അല്ലേ, അസർബൈജാനിലെ ഫയർ ടെമ്പിൾ ആണ്. എൻ്റെ കോമ്പൗണ്ട് ആണിത്. അപ്പോൾ ഫയർ ടെമ്പിള് ബാക്ക് സൈഡിലാട്ടോ. ഇതിനുള്ളിലേക്കാണ് ഫയർ ടെമ്പിൾ കാണുന്നത്. നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 15 മന. അത് ഇവിടെ വരുമ്പോൾ കോംബോ വാങ്ങിക്കണം ഡോക്ടർ നമ്മളെ ഡ്രൈവർ പറഞ്ഞിട്ടോ. കോംബോ അതാകുമ്പോൾ ഫയർ മൗണ്ടൈനും ഫയർ ടെമ്പിളും ഒരുമിച്ച് കാണാൻ പറ്റും. മറ്റേ സെപ്പറേറ്റ് ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ എക്സ്പെൻസീവാണ്, പൈസ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു. 15 മനാത്ത് കേട്ടോ ഒരു ടിക്കറ്റ് കോംബോ. അങ്ങനെ നമുക്ക് എന്തായാലും ഫയർ ടെമ്പിളിന്റെ ഉള്ളിൽ കയറി നോക്കിയൊക്കെ എന്താ അവിടെ ഉള്ളത്. ഞങ്ങളെ ഫയർ ടെമ്പിളിന്റെ ഉള്ളില് കയറി. എന്താ പറയാ, ഫുള്ള് തീയാണ്. പിന്നെ ഓരോരോ ചെറിയ ചെറിയ കൂട് പോലെ ഉണ്ടാ, ചെറിയ ചെറിയ റൂം പോലെ ഇതിലുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെ സെറ്റപ്പുകളുണ്ട്. കയറി നോക്കിയൊക്കെ എന്താ അവസ്ഥ എന്ന് കേട്ടോ. തന്നെ നമുക്ക് ഇവിടെ തീയുള്ള 2 ഭാഗമാണ്. ഒരു ചെറിയൊരു തറ പോലെ അവിടെ ഉള്ളിൽക്കും തീയുണ്ട്, അവിടെയും തീയുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവര് പണ്ട് തീനെയാണ് ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ പഴയ ഭാഷയിൽ എന്തോ എഴുതിയിട്ടുണ്ട് അല്ലേ. ഒരു ഹിന്ദി പോലെ ഉണ്ട്, ഹിന്ദി സ്ക്രിപ്റ്റ് പോലെ ഉണ്ട്. പക്ഷെ ഹിന്ദി അല്ല അത്. അല്ല, പറയാൻ പറ്റില്ല കേട്ടോ. ഇവര് പണ്ടത്തെ ലാംഗ്വേജ് ആയിരിക്കണത്. സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നത്. കയറി നോക്കി നോക്കാം. ലെറ്റ്സ് സീ ടെമ്പിളിന്റെ ഉള്ളിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചേക്ക് നോക്കട്ടെ കേട്ടോ. ഓ നൈസ്. ഇവരുടെ എന്തൊക്കെയോ ഹിസ്റ്ററിയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ടെമ്പിളിന്റെ അഷ്ടക അല്ല, അദഷ്ക എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് അദഷ്ക. എനിക്ക് തോന്നുന്നു അദഷ്ക എന്നായിരിക്കും ഈ ടെമ്പിളിന്റെ പേര്. അദഷ്ക ഓഫ് Surakhani, the great temple of fire worshippers, is one of the world's most unique monuments. അത്രയും പഴക്കമുള്ള ഒരു ടെമ്പിളാണിത്. ഇവിടെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നത് മാപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഈ ടെമ്പിളിന്റെ മാപ്പാണ്. ഈ നടുവിൽ കാണുന്നതായിരുന്നു ഫയർ ഫസ്റ്റ് വർഷിപ്പേഴ്സ്. ഒത്തിരി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയാ, മുകളിലോട്ടൊരു ഹോള് കാര്യങ്ങളുണ്ട് ഇവിടെ. പണ്ടത്തെ ടെമ്പിളിന്റെ ഒരു സെറ്റപ്പ് തന്നെയാണിത്. ഇവിടെയും ഒരു ഇതുണ്ട്. എനിക്കത് ഫയർ ഇവിടെ കുറച്ചും കൂടി ആക്റ്റീവ് ആകാൻ കാരണം ഒത്തിരി തണുപ്പുള്ള പ്രദേശമല്ലേ. അപ്പോൾ അവർ ചൂട് കിട്ടാനും കൂടി അങ്ങനെ മൊത്തത്തിലൊരു അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഭാഗം പിന്നെ ഫയറിനെ അവർ ആരാധിക്കാൻ തുടങ്ങിയത് അങ്ങനെയൊക്കെ ആയിരിക്കണം തോന്നുന്നു. നമ്മൾ അടുത്ത ഒരു കൂട്ടിനുള്ളിൽ കയറി അവിടെ കേട്ടോ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്,
ഇവിടെ പണ്ടത്തെ കാലത്തെ നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് അവര് എക്സ്ട്രാക്ട് ചെയ്ത് ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത സമയത്ത് ഇവിടുത്തെ ഒത്തിരി ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സും ആർക്കിയോളജിക്കൽ സൈറ്റ്സും തകർക്കപ്പെട്ടു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം കണ്ടോ, ഇവരുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഹിസ്റ്ററിയാണിത്. ഇവിടെ എവിടെ കുഴിച്ചാലും കുറേ ഗ്യാസും ഓയിലും കിട്ടും തോന്നുന്നു. അത്രയും റിച്ചാണ് ഇവരുടെ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇവിടെ അസർബൈജാനികൾക്ക് ഇപ്പോഴല്ല, പണ്ടത്തെ കാലത്ത് നമ്മൾ ട്രെയിൻ റൂട്ടൊക്കെ ഉള്ള സമയത്ത് ഒത്തിരി കണക്ഷൻസ് ഉണ്ടെന്നാണ് അവിടെ ഹിസ്റ്ററി, അവിടെ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ പഴയ കാലത്ത് ഈ സൊറാഷ്ട്രി ഇവിടുത്തെ ആൾക്കാരും ഈ പാട്രൺസും ഈ മതപരമായിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒത്തിരി ട്രേഡ് കണക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വേരിയസ് റീസൺസ് കൊണ്ട് അത് ഡിക്ലൈൻ ആയി. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, ഇവരുടെ ഹിസ്റ്ററി, ഈ ഒരു റിലീജൻ ഇവിടുന്ന് കുറഞ്ഞു പോയെന്നാണ് ഇവർ പറയുന്നത്. ഇതിലേ എനിക്ക് തോന്നുന്നു ഈ ടെമ്പിളിൻ്റെ റീകൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൊറാസ്ട്രിയനിസത്തിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് തീനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പാട്രൺസും അവരുടെ ബിലീവേഴ്സും എന്താ പറയുക, വളരെ വർഷങ്ങളായിട്ട് തീനെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ബിലീഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ചിഹ്നം, അത് സിമ്പിൾ അത്. പക്ഷേ ഈ ഒരു റിലീജിയൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എക്സ്റ്റിൻറ്റ് ആയി പോയെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ കറക്റ്റായിട്ട് അറിയില്ല. അല്ല, അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം വെച്ചാൽ നമ്മുടെ ഗണപതിയുടെ ഒരു വിഗ്രഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിന്ദുസുമായിട്ടും ഇത് കണക്റ്റഡ് ആയിരിക്കണം. കണ്ടോ, ഗണപതിയുടെ ഒരു വിഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ ഹിന്ദുസായിട്ടും ഇത് ഇവരുടെ റിലീജിയൻ കണക്റ്റഡ് ആയിരിക്കണം. കണ്ടോ, താഴെ അനാറുണ്ട്. ഇവരുടെ എനിക്ക് തോന്നുന്നു അനാറ് ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഏത് ഷോപ്പിൽ പോയാലും അനാറുണ്ടാവും അല്ലേ? ഇന്നലെ ഷോപ്പിലൊക്കെ പോയപ്പോൾ കുറേ അനാറിന്റെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഈ തീന്റെ സംഭവം വെച്ചിട്ടുണ്ട് അവര്. ഗായ്സ്, അപ്പൊ നമ്മളെ ഇവിടെ ഒരു കുന്നുള്ളെത്തിയപ്പോ നമ്മുടെ കേട്ടാ നമ്മുടെ ഹിന്ദുയിസം, ഹിന്ദു റിലീജിയസ് പ്രകാരമുള്ള, ഞാനിവിടെ ഇതിൻ്റെ ഹിസ്റ്ററി വായിച്ചു നോക്കിയപ്പോൾ ലോർഡ് ഗണേശാണ് ഇവിടുത്തെ മെയിൻ ഇവർ ആരാധിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അത് അസർബൈജാൻ്റെ പേർഷ്യൻ കടന്ന് അസർബൈജാനിൽ എത്തണം എന്നുണ്ടെങ്കിൽ എത്രയോ ചരിത്രം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എന്താ നാട്ടില് ഒരു അമ്പലത്തിലൊക്കെ എത്തിയ പോലെ ആ ഒരു വൈബ് എന്താ. സൊറാസ്ട്രിയനിസത്തിൻ്റെ ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇതാട്ടോ അത്. പണ്ടത്തെ ഒരു കുഴിച്ചെടുത്ത ഒരു പോട്ടാണത്. പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഇവരും കുതിരയും കഴുതനൊക്കെ മേടിച്ച് നടക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. അതുകൊണ്ടാണ് അത് അവിടെ മെൻഷൻ അവരെ കൊടുത്തേക്കുന്നത്. കണ്ടാ, ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ പോലെ രാജാക്കന്മാരെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ, സമ്മാനം കൊടുക്കുന്ന പോലെ ആ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഇവരെ മെയിൻ ഭക്ഷണമാണ് ഈ പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. കുറേ കുടങ്ങളും തീയിൻ്റെ സംഭവങ്ങളും പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെയും ഒരു അടിമ ഉടമ സമ്പ്രദായം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം അവരുടെ കാലിലും കയ്യിലും കഴുത്തിലൊക്കെ ആയിട്ട് ചങ്ങല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല് കൂടി ഉണ്ടായിരിക്കണം ഇവിടെ. ഇത് കണ്ടോ, നമ്മുടെ ശിവന്റെ ഡയറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒത്തിരി നമ്മുടെ ഹിന്ദുയിസമായിട്ടും ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഹിന്ദുയിസം ഇവിടെ ഈ ഏരിയ ആയിട്ട് ബന്ധം പറയുന്നുണ്ട്. കണ്ടോ, ആര്യൻ ട്രൈബ്സ് ഇന്ത്യയിൽ വന്ന കാര്യങ്ങളും, അതേപോലെ കാസ്പിയൻ സീ മുതൽ ഇന്ത്യ വരെ നീണ്ടു കിടക്കുന്ന ഹിന്ദുയിസത്തിൻ്റെ ഇതും, ശിവനെയും ഗണേശനെയും ആരാധിച്ച കാര്യങ്ങളും
എല്ലാം ഇവിടെ പറയുന്നുണ്ട് കേട്ടാ. പിന്നെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാർ ഒരുപാട് പേര് സംഭാവന ചെയ്തിട്ടാണ് ഈ അമ്പലം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതും. അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർ സ്വയം മരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, സെൽഫ് ഡിയൽ ഒത്തിരി ആൾക്കാർ. അപ്പോൾ നമ്മുടെ നാടുമായിട്ട് ഒരുപാട് കണക്ഷനുള്ള ഒരു ടെമ്പിൾ ആട്ടോ ഇത് കേട്ടോ. ശിവന്റെ ഡയറ്റിയാണ് കാണുന്നത്. ഈ ടെമ്പിളിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയപ്പെടുന്നത് അത്തഷ എന്നാണ്. അട്ടഷ അല്ല, അട്ടഷ്ഖ. അട്ടഷ്ഖ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയാണ്. അത് ഹൗസ് ഓഫ് ഫയർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഹൗസ് ഓഫ് ഫയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ നമ്മുടെ റിലീജിയസ് വൈസ് ഇസ്ലാമായിട്ടും ഹിന്ദുസുമായിട്ടും സൊറാസ്ട്രിയൻസ് ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7th സെഞ്ച്വറിയിൽ ഇറാനിൽ അറബ്സ് ഇത് വരുന്നു, ഇസ്ലാം മതം വരുന്നു. ഇസ്ലാം മതം വന്നപ്പോൾ സൊറാസ്ട്രിയനിസത്തിന്റെ കുറച്ച് ഗ്രാജുവലി കുറഞ്ഞു. പക്ഷേ സൊറാസ്ട്രിയനിസം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റിലീജിയസ് ഇതിന് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടി അവർ ഇന്ത്യയിലോട്ട് പോയത്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ പാഴ്സീസ്, ഒരുപാട് പാഴ്സീസ് ഉണ്ട്. ഇപ്പോൾ ജംഷഡ്ജി ടാറ്റയൊക്കെ അല്ലേ, അവരൊക്കെ ഈ കമ്മ്യൂണിറ്റി വരുന്നതാണ്, നമ്മുടെ ടാറ്റ. അപ്പോൾ ഇന്നും സൊറാസ്ട്രിയൻസ് നമ്മളെ ഇന്ത്യയിലുണ്ട്, സൊറാസ്ട്രിയൻസ് ഉണ്ട്, മുംബൈയിൽ എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലോട്ടും പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് US-ലോട്ടും കാനഡയിലോട്ടൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിലീജിയസ് വൈസ് ഇസ്ലാമാണ്, പക്ഷെ ഇവരിപ്പോഴും ഈ സൊറാസ്ട്രിയൻസും ഹിന്ദുസത്തിൻ്റെ കൾച്ചറൊക്കെ ഇവർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഒരു റിലീജിയസ് ടോളറൻസ് ആട്ടോ കാണിക്കുന്നത്. എല്ലാ റിലീജിയൻസും ഇവിടെയുണ്ട്. ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സൊറാസ്ട്രിയനിസം, ജുദായിസം, പിന്നെ ലോക്കൽ ട്രഡീഷണൽ ബിലീഫ്സ് ഒക്കെ എല്ലാം ഇവിടെ അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇതാട്ടോ തീയ കണ്ടിട്ടൊരു കൽക്കരി എന്ന സെറ്റപ്പ് അതിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അടിയിൽ എന്തായാലും എന്തൊരു ഗ്യാസിന്റെ ഒരു സപ്ലൈ ഉണ്ടാവണം, അതങ്ങനെ കത്തില്ല ഈ തണുപ്പത്ത്. അടിപൊളി, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. മലയാളീസ് ഉണ്ട്, കുറച്ച് മലയാളീസും അറബ്സും പിന്നെ ഇവിടുത്തെ ലോക്കൽസും തുർക്കിഷും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്ന കേട്ടോ ബാക്കു ഒളിമ്പിക് സ്റ്റേഡിയം. ഇവിടെ നമ്മുടെ UEFA ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കാറുണ്ട്. മറ്റേ ചെൽസി, ആഴ്സണൽ, നെപ്പോളി, മെയിൻ ടീമുകളൊക്കെ വന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡൊക്കെ വന്നിട്ട് കളിക്കാറുണ്ട് സ്റ്റേഡിയം. 50,000 കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയണത്. അടിപൊളി സ്റ്റേഡിയം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്നാണ് അവരെ എങ്ങനെയൊക്കെ ഒരു സ്റ്റേഡിയം വരിക, ഫുട്ബോൾ ഓറിയന്റഡ് സ്റ്റേഡിയം. എല്ലായിടത്തും അത്ലറ്റിക് ട്രാക്കാണ്. ഫുട്ബോൾ ഭംഗി അറിയോ. അപ്പൊ നമ്മള് ഫയർ ടെമ്പിള് കഴിഞ്ഞു. ഇനി നമ്മൾ ഫയർ മൗണ്ടൈനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഫയർ മൗണ്ടൈനിൽ തീ നാച്ചുറലായിട്ട് കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക്, ആയിരം വർഷങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ അടിയിൽ കൂടെ നാച്ചുറൽ ഗ്യാസിൻ്റെ സോഴ്സ് ഭയങ്കര. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് 2 സൈഡിലുമായിട്ട് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്യാസും ഓയിലും ഗ്യാസൊക്കെ ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും സ്ട്രോങ് ഒരു പ്രസൻസ് ഓഫ് ഓയിൽ ഇവിടെ ഉണ്ട്, ഓയിലും ഗ്യാസും എല്ലാം. അതുകൊണ്ടായിരിക്കണം ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞായാലും ശരി, മഴയായാലും ശരി, കാറ്റായാലും ശരി, ഇത് കെടൂല എന്നാണ് പറയണത്. അത്ര അടിപൊളിയാണ് പറയണത്. അപ്പോൾ 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും ഗ്യാസ് എടുത്തുകൊണ്ടിരിക്കുക. ഫുൾ അസർബൈജാനി ഗവൺമെൻറ് ആണ് അത് എന്താ പറയുക ഫുള്ള് ചെയ്യുന്നത്. ഇവിടെ ലൈഫ് സ്റ്റൈലൊക്കെ അടിപൊളി കേട്ടോ. ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈലാണ്. നല്ല ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. നമ്മളെ ഫയർ മൗണ്ടന്റെ അടുത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്ഥലത്തിന് പറയണ പേര് യനർദാഗ് മൗണ്ടൻ കേട്ടോ. യനർദാഗ് ഇവരുടെ ഭാഷയിൽ പറയുന്നതാണ്. ഇതിന്റെ അടിയിൽ ഫുള്ള് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് എൻട്രൻസ്. ഒരു ബാക്കിൽ കൂടെ കാണുന്ന കുറച്ച് മൗണ്ടൻ ഏരിയാസ് ഉണ്ട്. അവിടെയാണ് എന്താ പറയാ ഈ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. പോയോട്ടെ, നമ്മൾ ഓൾറെഡി കോമ്പോ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഫയർ ടെമ്പിൾക്കും മൗണ്ടൈനിൽക്കും. അപ്പോൾ ഇവിടെ അത് യൂസ് ചെയ്തോട്ടെ എന്താ അവസ്ഥ. നല്ല ക്ലൈമറ്റ് അകത്ത് കയറി കേട്ടോ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് യനർദാഗ് എഴുതിയേക്കുന്നത്. ഇത് 1000 വർഷത്തോളമായിട്ട് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതിന്റെ അടിയിൽ കൂടെ ഗ്യാസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കാറ്റോ അല്ലെങ്കിൽ സ്നോവോ മഴയോ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക ചെറുതായിട്ട്, അത് കേടൂല. അത്രയും സ്ട്രോങ് പ്രസൻസ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് ചുറ്റോറും കുറച്ച് അപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഡിഗ് ചെയ്യുന്ന സ്ഥലം, നാച്ചുറൽ ഗ്യാസ് ഡിഗ് ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ചെറിയ കുറച്ച് പർച്ചേസിങ്ങിൻ്റെ ഒക്കെ
ഏരിയാസ് ഉണ്ട്. നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇതാണ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലനിരകൾ എന്ന് പറയുന്നത്. വെറുതെ അല്ല ഈ സ്ഥലത്തിന് ലാൻഡ് ഓഫ് ഫയർ എന്ന് പറയുന്നുണ്ടോ, പറഞ്ഞല്ലേ, തീയിന്റെ നാട് എന്ന് അറിയപ്പെടുന്നത്, ലാൻഡ് ഓഫ് ഫയർ, എനർത്താഗ് എന്നാണ് ഇവരുടെ ഭാഷയിൽ അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഫയർ മൗണ്ട് എന്ന് പറയുന്നത് ഒരു കുന്നുചെരുവിന്റെ താഴെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ജനങ്ങള് ചെറിയ കോയിൻസ് ഇടുന്നുണ്ട്. അത് ഇവരുടെ ഒരു എന്താ പറയുക, ബിലീഫിന്റെ പ്രകാരമാണ്. അവർക്കൊരു വിശ്വാസം, ജസ്റ്റ് കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ സാധിക്കും, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ട് ഇവിടെ. ഇവിടെ കോയിൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗ്യാസിന്റെ മണം വരില്ലേ, അതന്നെ സംഭവം, സെയിം മണം ഇവിടെ വരുന്നുണ്ട്. അതനുസരിച്ച് നാച്ചുറൽ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. വർഷങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കാന്ന് പറയുന്നത്. നല്ല ചൂട്, ഈ തണുപ്പത്ത് ഇവിടെ നിൽക്കാൻ നല്ല സുഖമുണ്ട്. ബാക്ക്ഗ്രൗണ്ടില് എന്താ പറയാ, കുറച്ച് ഇരിക്കാനും നടന്നിറങ്ങാനുള്ള സെറ്റപ്പ്, ചെറിയൊരു ഷോപ്പിംഗിന്റെ ഓപ്ഷൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഏകദേശം 1000-ഓളം വർഷം കത്തിക്കൊണ്ടിരിക്കുന്ന തീ എന്ന് പറയുന്നത്. ഇത് കാറ്റാലും ശരി, മഞ്ഞാലും ശരി, വേറെ ഇതായാലും ശരി, ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, ഇതിനടിയിൽ കൂടെ എനിക്ക് സംശയമില്ലായില്ല, കാരണം അങ്ങനെ കത്തണമെങ്കിൽ മുകളിലൊക്കെ കത്തണ്ടേ. സംശയമില്ല. പക്ഷെ ഒരു വിശ്വാസ പ്രകാരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോയിൻസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ കോയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെന്തൊരു ആഗ്രഹം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ പോയി ഇവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അത് കാര്യം സഫലാവുന്നതാണ് പറയുന്നത്. ഗൈസ്, ഞങ്ങള് താമസിച്ച ഹോട്ടലാട്ടോ ഈ കാണുന്നുണ്ടോ, ബിൽഡം ഹോട്ടൽ. കുഴപ്പമില്ലാത്ത നല്ല സർവീസ് ആയിരുന്നു. എന്താ പറയാ, നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4 സ്റ്റാർ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ നമ്മുടെ ഏജൻസി ഡയറക്റ്റ് ബുക്ക് ചെയ്യാണ് ചെയ്തത്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ബുക്ക് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നത് booking.com അഗോഡ അതിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മളെ ഹോട്ടലിൻ്റെ അവിടെ നിന്നുള്ള സ്ട്രീറ്റ് ആണിത്. ഇത് സത്യം പറയാൻ ഞങ്ങളുടെ ഫൈനൽ ഡേ ആണ്. ഇന്ന് ഞങ്ങൾ എയർപോർട്ടിലോട്ട് തിരിക്കും, ബാക്ക് ടു ദുബായ്. അങ്ങനെ മക്കളെ, നമ്മൾ അസർബൈജാനോട് ഇവിടെ പറയുകയാണ്. ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അസർബൈജാനിൽ. ഞങ്ങൾ വീഡിയോ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഖത്തർ എയർവേസ് ആണ്. ഇവിടുന്ന് ദോഹയിലോട്ട്, ദോഹയിൽ നിന്ന് ഷാർജയിലോട്ട്, അതും ഖത്തർ എയർവേസ് ആണ് കേട്ടോ. സിംഗിൾ ടിക്കറ്റ് ആണ്. ഇവിടുന്ന് ലഗേജ് വിട്ടാൽ ചെക്ക് ഇൻ ചെയ്താൽ ഷാർജയിൽ കിട്ടും. നമ്മൾ ദോഹയിൽ ലഗേജ് എടുക്കേണ്ട, ഇമിഗ്രേഷൻ ക്രോസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഡയറക്റ്റ് അവിടെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അങ്ങനെ അസർബൈജാനോട് വിടാം. നമ്മൾ ബാക്കു എയർപോർട്ടിലാണ് നടക്കുന്നത്. ടെർമിനൽ 1 ഡിപ്പാർച്ചർ. അടിപൊളി എയർപോർട്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സൂപ്പർ എയർപോർട്ട്. അപ്പം എന്തായാലും പോയാക്കോട്ടെ, ചെക്ക് ഇൻ ചെയ്ത് നോക്കട്ടെ. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടി, ഇമിഗ്രേഷൻ ക്രോസ് ചെയ്തു. തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ചെറിയൊരു കോഫി അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയും ഇവിടുന്ന് ദോഹ ടു ഷാർജ എല്ലാം സെറ്റായി. ടാഗ് ചെയ്തു, ലഗേജ് ടാഗ് ചെയ്തെല്ലാം. ഷാർജയിൽ ലഗേജ് നോക്കിയാൽ മതി. ഞങ്ങളെ ഖത്തർ എയർപോർട്ടിലെത്തി, ഹമാദ് എയർപോർട്ടിലെത്തി. ഹമാദ് എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ച നോക്ക്. പുളി ശരിക്കൊരു ഫോറസ്റ്റ് ഉള്ളിലുണ്ട് കേട്ടോ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും കുറേ എയർപോർട്ടൊക്കെ ഇപ്പം ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള കെമ്പഗൌഡ എയർപോർട്ടും പുതിയ നവി മുംബൈ എയർപോർട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു, കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടിയും ബാക്കിയുള്ള എയർപോർട്ട് കൂടി ഒന്നുകൂടി വരാണ്ട് അടിപൊളിയാകും. പക്ഷേ ഇതേപോലെ സിംഗപ്പൂർ ഫ്ലൈറ്റിന് എന്താ പറയുക, എയർപോർട്ടും ചിങ്മൈ എയർപോർട്ട്, അതും അടിപൊളി എയർപോർട്ട് കേട്ടോ. ഞങ്ങൾ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഷാർജ എയർപോർട്ട്. അത്യാവശ്യം ഫ്ലൈറ്റ് ഡിലേ ആയി, 1 മണിക്കൂർ ഡിലേ ആയി. ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10 മിനിറ്റ് കൂടി ഉള്ളൂ.
അപ്പോൾ ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കുക.